ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ വചനം നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് പോവുകയാണ്. ഇന്ന് വചനം കേൾക്കുമ്പോൾ നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തത് ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. ആദ്യം നമ്മൾ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം, ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ കരം അവരുടെ മേൽ വരണമേ, അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ സ്പർശിക്കണമേ. ദൈവം അവരോട് കൂടെ ഇരുന്ന് അവരെ അനുഗ്രഹിക്കണമേ. ഇന്ന് കൊടുക്കുന്ന വചനത്താൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണം. അവരുടെ വീട് ദൈവാനുഗ്രഹത്താൽ നിറയപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് ആ കർത്താവിൻ്റെ വചനം ശ്രദ്ധിക്കാം. പ്രാർത്ഥനയോടെ ദൈവവചനം ശ്രവിച്ചാൽ. പത്രോസിന്റെ ലേഖനത്തിലോട്ട് തന്നെ വരാം. ഹല്ലേലൂയ. മൂന്നാമത്തെ വാക്യം നമുക്ക് വായിക്കാം. പത്രോസിന്റെ ദൈവത്തിന് സ്തോത്രം, 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം മുതൽ. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മളെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്ക് വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാനിട വരുന്നു. ഒന്ന് കൈ കൊടുത്ത് പറ, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാണോ എന്ന് പറ. എന്നെ എടുക്ക പ്രാർത്ഥിക്കാൻ ഒരിക്കൽ ഒരു വീട്ടിലെ 3 പേര് വന്നു. ആദ്യം വന്നത് ഭാര്യ പറഞ്ഞു, ബ്രദറെ ഇപ്പം അച്ചായം വരും. ഇപ്പം കാറേ വേറെ അച്ചായം വരുന്നു. അച്ചായം വന്ന് കഴിച്ചിട്ട് കഴിഞ്ഞപ്പം അച്ചായൻ അങ്ങോട്ട് മോനൂടെ വരട്ടെ. അപ്പം മോൻ വരുന്നു. അപ്പം അച്ചായൻ വന്നപ്പം ആൻറ്റി എന്നോട് പറഞ്ഞു, അച്ചായൻ്റെ സ്വഭാവം ശരി, അച്ചായൻ്റെ സ്വഭാവം ഞാൻ പറയണമെന്ന് ഞാൻ അനുഭവിച്ചോളാം. അപ്പം ഞാൻ അച്ചായൻ്റെ തലയിൽ കഴിച്ചു, കർത്താവേ പ്രാർത്ഥിക്കുന്നു, ഈ അച്ചായനെ വലിയ വിട്ടുതല കൊടുക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അച്ചാൻ പുറകോട്ട് പറയാം, അമ്മാമ്മ മുമ്പോട്ട് കയറി പ്രാർത്ഥിക്കുന്നു. ഈ അച്ചാൻ പറയുന്നുണ്ട് പറയാം, ഇവിടെ സ്വഭാവം ഞാൻ പറഞ്ഞോണമെന്ന്. അതും പ്രാർത്ഥിച്ചു. അവർ രണ്ടും മുമ്പോട്ട് പോകുമ്പോൾ മോൻ വന്നു. മോനെ മുമ്പോട്ട് കയറിയപ്പം അച്ഛൻ പറയുന്നു പറയാം. അപ്പം എനിക്ക് മനസ്സിലായി 3 പേരുടെ സ്വഭാവം. ഒരു വീട്ടിൽ നിന്ന് 3 പേര് വന്ന 3 പേര് വന്നത് 3 കാറല്ല. കാറുണ്ടെന്ന് കാണിക്കാനോ നല്ല സ്വഭാവമാണ്. മിണ്ടുന്നില്ല. ഈയിടെ ഒരു ഭാര്യയും ഭർത്താവും കൂടെ വഴക്കുണ്ടായപ്പം ഒരു മൊബൈലും കൊണ്ട് എൻ്റെ അടുക്ക വന്നു. ഭാര്യയുടെ സാരി ഇങ്ങനെ അടുക്കി വെച്ച്, അങ്ങനെയാണല്ലോ സ്ത്രീകൾക്ക് പൊതുവെ. ഈയിടെ ഒരാൾ പ്രസംഗിച്ചു, പത്തനംതിട്ട കൂടെ 85 വയസ്സുള്ള അച്ഛനും 84 വയസ്സുള്ള അമ്മാമയും കൂടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് രാവിലെ പോകുന്നു. അപ്പോൾ ആരാണ്ട് ചോദിച്ചു, എന്നാ കെട്ടിപ്പിടിച്ചോണ്ട് പോകുന്നു? പറഞ്ഞു, വിട്ട അവള് തുണിക്കടയിൽ കയറും, അതുകൊണ്ടാണ് പിടിച്ചേക്കുന്നത്. ഇങ്ങനെ കെട്ടിപ്പിടി, വിട്ടുപോയ ചാടി തുണിക്കടയിൽ കയറും. അല്ല, അച്ഛന്മാർ പറയാം, നിർത്തല്ലേ പറയണമെന്ന് പറയാൻ പോവാ, ഇങ്ങോട്ട് സഹകരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചോണ്ട് പോവാ. സത്യം. അപ്പം ഇങ്ങനെ കുറേ സാരി ഇരിക്കുക. ദേഷ്യം വന്നപ്പോൾ ഈ അച്ഛൻ ഈ സാരി എല്ലാം കൂടെ എടുത്തപ്പോൾ സാരിക്കകത്തുനിന്ന് ഒരു മൊബൈൽ ചാടി വെടി. പുള്ളി അതെടുത്തു. ബ്രദറെ, കൈ പിടിക്കാനൊരു മൊബൈലുണ്ട്. സ്തോത്രം. സാരിക്കകത്തെ മൊബൈൽ എന്തുവാ? പോട്ടെ, 2-3 സിം ഉള്ളവരോടെ ഞാൻ പറയുന്നില്ല, വല്ലതും കൊണ്ടേ കളഞ്ഞേക്കണം. കർത്താവ് നിന്നെ തെരഞ്ഞെടുത്തതാ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ കുഞ്ഞെ, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് നിന്റെ മേലുണ്ടെങ്കിൽ നിന്നെ തകർക്കാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല. ഇവിടെ പത്രോസിൽ തന്നെ എഴുതാം, നമ്മൾ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകണം. ഒന്ന് കൈ കൊടുത്ത് പറ, സ്വഭാവം ഒന്ന് മാറണം. ചില മനസ്സിൽ പറയാം, എൻ്റെ ബ്രദറെ നിർത്തൽ, ഇച്ചിരോടെ പറയാൻ പോവാ. ശ്രദ്ധിച്ചേ, ഭാര്യയും ഭർത്താവൊക്കെ അടുത്തിരിക്കുന്നവർ പറയും, മാറണം കേട്ടോ, ഇന്നലെ വൈകിട്ട് എന്തുവായിരുന്നു 8 മണിക്ക്. കേട്ടോ, മാറണം, സ്വഭാവം മാറണം. സ്വഭാവം മാറിയാൽ എല്ലാം ശരിയാവും. നാളെ ഒരാൾ എൻ്റെ അടുക്ക കോട്ടയം ശൈലിയിൽ ഒരു ആൻറ്റി വന്നിട്ട് എന്നോട്, ബ്രദറെ എനിക്ക് ഇച്ചിരി അസൂയ ഉണ്ടെന്ന് പ്രാർത്ഥിക്കാമോ?
ഇത്രയും വർഷത്തിനിടെ ആദ്യമായിട്ട് എത്രായിരം പേർക്ക് കൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് മാസേ, ഒരാൾ മാത്രം എൻ്റെ അടുക്ക വന്ന് എനിക്ക് ഇച്ചിരി അസൂയ ഉണ്ടോ ഒന്ന് പ്രാർത്ഥിച്ചു. ആദ്യം ശരിയായി കേട്ടോ, എന്നോട് എപ്പോഴും പറയും ശരിയായി കേട്ടോ, ഇപ്പം അസൂയില്ല. അങ്ങനെ വല്ല കുഴപ്പമുണ്ടേ വരണം പ്രാർത്ഥിക്കാൻ. അതാണ് മിണ്ടുന്നില്ല. ഇപ്പം ചെറുക്ക് പ്രാർത്ഥിക്കാൻ പേടിയാ. ഒരാൾ ആവശ്യമില്ലാത്ത CD കാണുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ അയാളൊരു ബ്രദറിൻ്റെ അടുക്ക ചെന്ന് CD പറഞ്ഞു, എൻ്റെ ബ്രദറെ ഞാൻ പാപം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, ഇനി മേലെ ഇത് കാണത്തില്ല. സ്തോത്രം ബ്രദറെ, ഇപ്പോൾ ഒടിച്ച് കളയാം. അപ്പോൾ ആ പ്രാർത്ഥിക്കുന്നത് ഒടിക്കണ്ട, ഇന്ന് രാത്രി പ്രാർത്ഥിച്ച് ബന്ധിച്ച് ഒടിച്ചേക്കാന്ന് പറഞ്ഞു. അതുകൊണ്ട് പുള്ളി പോയി. രാത്രി CD കൊടുത്തവൻ്റെ ഭാര്യയ്ക്ക് വയറുവേദന, വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. പുള്ളി ചെന്നപ്പോൾ മതിൽ ചാടി അകത്ത് കയറി. അപ്പം ആരെയും കിട്ടുന്നില്ല, വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. ഹലോ വിളിച്ചിട്ടെങ്കിൽ ചാടി അകത്ത് കയറിയപ്പോൾ പുള്ളി കൊടുത്ത പടം അവിടെ ഓടുക. പിന്നെ എങ്ങനെ വിശ്വസിക്കുമെന്നാ ചിലരുടെ ചോദ്യം. ഇങ്ങോട്ട് പറയാം, കാര്യത്തിലേക്ക് വരിക. സ്വഭാവം മാറണം. നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ. സ്വഭാവം മാറണം. ഇന്ന് കൈ കൊടുത്തവരെ സ്വഭാവം മാറണം. ചൊല്ലി പറയാ, എന്തുമാത്രം മാറി, ഇനി എന്തുമാത്രം മാറാനുണ്ട്. ഹല്ലേലൂയ. എനിക്ക് ചിലരോട് കർത്താവിന്റെ ആത്മാവ് വിളിച്ചു പറയാനുണ്ട്, നിങ്ങൾ ദിവ്യ സ്വഭാവത്തിന്. ഇനി പറയാൻ നേരമില്ലാത്ത പത്രോസ് ഇങ്ങനെ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കണം എന്ന് പറയുന്നതിന്റെ കാരണമുണ്ട്. അത് അവിടോട്ടാ വരുന്നത്. ഇരുമ്പഴിക്കകത്ത് പത്രോസ് കിടക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു സഭ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ തുറന്ന് പ്രസംഗിക്കുക, അപ്പൊ എപ്പോഴും പ്രാർത്ഥിക്കുന്നവരുമായിട്ട് നമുക്കൊരു ബന്ധം വേണം. എന്താ വേണം? എന്നുറക്കെ പറഞ്ഞു, പ്രാർത്ഥിക്കുന്നവരുമായിട്ട്. നിന്റെ വീട്ടിൽ വലിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഓടി ഒരു പ്രാർത്ഥനയ്ക്ക് അതിയാടി ഞാൻ കയറിക്കോളൂ. മിണ്ടുന്നില്ല. അല്ലെ, പ്രാർത്ഥിക്കുന്നവരെ വിളിച്ചോണം, അപ്പോഴേ അന്തരീക്ഷം ചേഞ്ച് ആവും. ഒരാമ്മയും പറഞ്ഞു തുടങ്ങണം. സ്തോത്രം, ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. അപ്പം ഇവിടെ പത്രോസ് ഇരുമ്പടിക്ക് ഒരു സഭ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇനി ഞാൻ പറയാം, സഭ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം പദ്ധതി ഇടാൻ ആരംഭിച്ചു. ഒരാമ്മയും വരുന്നില്ല. 16 ചേവർ, 32 കണ്ണ് ആരെ നോക്കി കിടക്കുക? ഈ 32 കണ്ണിനെ മറച്ചോണ്ട് ഒരു ദൂതൻ അതിനകത്തിറങ്ങി. ഞാനൊരു കാര്യം പറയാം, നിന്നെ വീക്ഷിക്കുന്ന ഒരു ഒത്തിരി ഉണ്ടെങ്കിലും അവന്റെ കണ്ണിന് അന്ധത പിടിപ്പിച്ചോണ്ട് ദൈവപ്രവൃത്തി. എത്ര പേർക്ക് മനസ്സിലാക്കാൻ പറ്റും? യെസ്. ആരോടൊക്കെയോ പരിശുദ്ധാത്മ പറയാം, നീ വിശ്വസിച്ചോ കുഞ്ഞേ, നിന്റെ തകർച്ച കാണാൻ നോക്കുന്നവരെ കണ്ണിന് അന്ധത പിടിപ്പിച്ചിട്ടായാലും. ഇങ്ങോട്ട് നോക്കാം. 2 കാര്യം, ഇനി ദഹിക്കാൻ പറ്റാത്തൊരു കാര്യം പറയാ. പത്രോസിന്റെ ദൂതനെ കാണോ? ആരും അവര് തമ്മിൽ വർത്താനം പറഞ്ഞല്ലോ, മിണ്ടുന്നില്ലല്ലോ. പത്രോസിന് ദൂതനെ കാണാമോ? ദൂതന് പത്രോസിനെ കാണാം. പക്ഷെ പടയാളികൾക്ക് ഇപ്പം വരെ പത്രോസിനെ കാണായിരുന്നു, ഇപ്പൊ കാണത്തില്ല. ഇങ്ങോട്ട് നോക്കണം. അവര് കുന്തവും പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക. നിപ്പിനൊരു കുഴപ്പമില്ല, നല്ല സ്റ്റൈലുണ്ട്. കുന്തം പിടിച്ചോണ്ടാണ് നിൽക്കുന്നത്. ദൂതനെ ഇടയ്ക്കൂടെ വന്ന് ദൂതന്റെ പരിപാടി ചെയ്ത് വെച്ച് ദൂതൻ പോയി. അമ്മമാര് കുന്തം പിടിച്ച് കുന്തം പിടിങ്ങി നിൽക്കുക. ഇങ്ങനെ ഇങ്ങോട്ട് സഹകരിക്കണം. ഇവിടെ നിന്റെ എതിരാളി എത്ര കരുത്തനാലും ദൈവം അതിന്റെ നടുവിൽ കൂടെ വന്ന് നിന്റെ കാര്യം 32 അല്ല 300 കണ്ണുകൾ നിന്നെ ദർശിച്ചാലും അതിന്റെ നടുവിലൂടെ നിന്റെ സന്തതിയെ വിടുവിച്ചിരിക്കും, നിന്റെ കുരുക്ക് പൊട്ടിച്ചിരിക്കും. എന്നോട് ദൈവാത്മാ പറയുക, ഇന്നലെ വരെ സൈലന്റ് ആയ ചില മേഖലകൾ ഇന്ന് പകൽ ചലിക്കാൻ പോവുക. ഇന്നലെ വരെ നിശ്ചലമായ വീതിക്ക് കാത്തുകിടക്കുന്ന ചിലവ് വീതി പൊട്ടി പുറത്തു വരിക. ദൂതം വന്നു, പത്രോസിനെ തട്ടി, ചങ്ങല പൊട്ടി. ഇതൊന്നും ആരറിയുന്നില്ല, പൂട്ടിയവന്മാരറിയുന്നില്ല. അവരിങ്ങനെ നിൽക്കുക. നിന്റെ വീടിന് മുമ്പിലും ചില നോക്കൂത്തികളെ നിർത്തിയിട്ടുണ്ട്. അവന്മാരവിടെ നിന്നോട്ടെ. അതിനിടയ്ക്കൂടെ ദൂതൻ പദ്ധതിയുമായി ഇറങ്ങി. ഇനി അടുത്ത കേട്ടോ, അവനോട് പറഞ്ഞു, വസ്ത്രം പുതച്ച് എൻ്റെ പിന്നാലെ. ഇവന്മാരറിയുന്നുണ്ടോ? അതുമല്ലോ വർത്താനമുണ്ട്. ഇവർക്കിപ്പോൾ വർത്താനം കേൾക്കത്തില്ല. അറയിൽ ഞാൻ ചോദിക്കാം, പടയാളിയിൽ നിൽക്കുന്നിടത്ത് വെളിച്ചം വെളിപ്പെട്ടാൽ, സ്തോത്രം, പടയാളികൾക്ക് അറിയത്തില്ലയോ? പക്ഷെ ഈ വെളിച്ചം ഇവന്മാർക്ക് കാണാൻ പറ്റില്ല. ഗോസേൻ ദേശത്ത് വെളിച്ചം, ഇപ്പുറത്ത് മിസ്രയീമിന് കൂരിരുട്ട്. ഒരാമയും വരുന്നില്ല.
ശ്രദ്ധിച്ചു കേട്ടെ, ഇങ്ങോട്ട് ശ്രദ്ധിക്കും. അവൻ വസ്ത്രം പുതച്ച് പുറകാലും 1-ാം കാവലും 2-ാം കാവലും കടന്നു. അടുത്ത കെട്ടണം പട്ടണത്തിലുള്ള ഇരുമ്പ് വാതിൽ. ചരിത്രം പറയുന്ന 2 ആനകൾ ആ പട്ടണത്തിന്റെ വാതിൽ വഴിയിട്ട് അടയ്ക്കുന്നത്. 2 ആന പിടിച്ചാലേ വാതിൽ അടയൂ. പക്ഷെ 2 ആന പിടിച്ചടച്ചവൻ അന്ന് രാത്രി ഒരു ഭക്തന് വേണ്ടി സ്വതവേ തുറന്നു കൊടുക്കുക. പത്രോസ് പറയുക, കുഞ്ഞെ പേടിക്കണ്ട, വിളി ഉറപ്പിച്ചോ, തിരഞ്ഞെടുപ്പ് ഉറപ്പിച്ചോ. നിന്റെ എതിരാളി എത്ര കരുത്തനായാലും അത് സ്വതവേ. എന്തോ എനിക്ക് പരിശുദ്ധാത്മാവ് എനിക്ക് നിയോഗം തരിക. പ്രാർത്ഥിച്ചോ കുഞ്ഞെ, ചിലതൊക്കെ സ്വതവേ. ചില ശരീരത്തിൽ നിന്ന് അലർജി മാറിപ്പോകുന്നു, കിഡ്നിയിലെ സിസ്റ്റുകൾ അപ്രത്യക്ഷപ്പെടുന്നു. ഇപ്പോൾ തന്നെ സൗഖ്യമാക്കുന്ന കരം. ബ്രദർ സിസ്റ്റർ, ആത്മാവ് ചിലത് സ്വതവേ. ചിലർക്ക് രാജ്യങ്ങളുടെ വഴിയാ സ്വതവേ തുറക്കുന്നത്, ചിലർക്ക് പട്ടണങ്ങളുടെ വഴിയാ സ്വതവേ. അടഞ്ഞ വാതിലിനെ നോക്കി ഇന്നലെ രാത്രി കരഞ്ഞ പത്രോസ് ഇന്ന് രാവിലെ തുറന്ന വാതിലിലൂടെ നടന്നു വരിക. വിശ്വാസം കൊണ്ട് സ്വീകരിക്കാം. ഈ ദിവസങ്ങളിൽ നിനക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പോലെ ചില ഓപ്പണായ വഴിയിലൂടെ, ദൈവം തുറന്ന വഴിയിലൂടെ നീ നടക്കാൻ പോകുക. ചെന്ന് ചോദിക്കുക, ഇതെന്തൊരു അത്ഭുതമാണ് ഇത്. യെസ്, ഹോളി സ്പിരിറ്റ്, യെസ്, അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ട നിന്നോടാ ദൂത്. ഇതിനകത്ത് ദൈവശക്തി വ്യാപരിക്കുന്നു, ഇതിനകത്ത് പരിശുദ്ധാത്മ വ്യാപരിക്കുന്നു, ഇതിനകത്ത് ദൈവകൃപ വ്യാപരിക്കുന്നു. തിരിച്ചറിയുക. ശരീരത്തിന് നിനക്കെന്നെ കുലുക്കമില്ലാത്ത വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാ. ഇനി അങ്ങനെ ചെയ്താൽ യേശു ക്രിസ്തുവിന്റെ വരവിൽ നീ ലജ്ജിക്കത്തില്ല. കാരണം നിന്റെ മേൽ കിടക്കുന്ന വിളി ഭയങ്കരവാ, നിന്നെ തെരഞ്ഞെടുത്തത് ഭയങ്കരവാ. യോഹന്നാനി പറഞ്ഞ കേട്ടോ, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. അടുത്ത കേട്ടോ, നിങ്ങൾ പോയി കിഴക്കൻ പുത്തൂരോട്ട് പോയി കായ്ച്ചു, നരണത്തോട്ട് പോയി കായ്ച്ചു, പൊടിയാടി പോയി കായ്ച്ചു. ഇനി കായ്ക്ക മാത്രമല്ല, അത് നിലനിൽക്കണം. ചിലത് ഒരാഴ്ച വലിയ ഉണർവ്, ഭയങ്കര തീയും ഭയങ്കര പുകയും ഭയങ്കര കാറ്റും ഒക്കെയാ. 3 ആഴ്ച കഴിയുമ്പോൾ പിന്മാറ്റത്തിൽ പോകും. എൻ്റെ ബ്രദറെ, ചാമ്പക്ക കായ്ക്കുവാന്ന് ഇങ്ങനെ കായ്ക്കണം. സ്തോത്രം. പിറ്റേന്ന് അറിയുന്ന ചാമ്പ പോലും അവിടെ ഇല്ല. അങ്ങനെയല്ല, നിന്ന് കായ്ക്കണം. നിന്നെ നിന്നിച്ചവന് നിന്ന് കായ്ക്കണം. വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിച്ചോ. നിന്നെ വിളിച്ചവൻ വിശ്വസ്തൻ. എനിക്ക് കർത്താവിൻ്റെ ആത്മാവ് ബോധ്യം തരിക. ഒന്ന് പ്രാർത്ഥിച്ചോ. നിന്റെ വിളി, എന്നെ കർത്താവ് വിളിച്ചതാന്നുള്ള ഉറപ്പ്. എന്നെ എൻ്റെ യേശു വിളിച്ചതാ, എന്നെ എൻ്റെ കർത്താവ് വിളിച്ചതാ, എന്നെ എൻ്റെ ദൈവം വിളിച്ചതാ. അല്പകാലം നിന്റെ ചില തടസ്സങ്ങളൊക്കെ വന്നു, അത് ടെൻഷൻ വേണ്ട, അതൊക്കെ പൊട്ടും. എനിക്ക് നല്ല ഉറപ്പുണ്ട്, അതിനെ ഞാൻ അതിജീവിക്കും. ആ ശക്തിയെ ഞാൻ ജയിക്കും, ആ വെല്ലുവിളിയെ ഞാൻ ജയിക്കും. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, കൂടെയുണ്ട്, കൂടെയുണ്ട്. ദൈവത്തെ ഏത് ലെവലിൽ നീ കാണുന്നോ അങ്ങനെ നിന്റെ ആരാധന. ആരും തലേക്കാലം കൈവച്ച് കുലുക്കിയിട്ടൊന്നുമല്ല ആരാധിക്കട്ടെ. യേശുവിനെ കുറിച്ച് നിനക്ക് എന്തോ പരിജ്ഞാനം ഉണ്ടോ, അങ്ങനെ ആരാധന. ഇനി കർത്താവിന് കൊടുക്കുന്ന കാര്യത്തിൽ ദൈവത്തെ എങ്ങനെ ഗ്രഹിച്ചോ അങ്ങനെ കൊടുക്കാൻ പറ്റൂ. അതാണ് മിണ്ടുന്നില്ല. ഞാനൊക്കെ എന്ന് പ്രാർത്ഥിക്കുക, കൊടുക്കാനുള്ള അവസരം തരണേ. നിനക്കറിയാം, ചിലടത്തൊക്കെ വിതച്ച നിന്ന് കൊയ്യും. അതാണ് മിണ്ടുന്നില്ല. ആമേൻ. ഒന്ന് വിതച്ചു നോക്ക്, കൊയ്ത്ത് ഭയങ്കര. ഒരാത്മീയൻ വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പറയാം, ദൈവം പ്രവർത്തിക്കാൻ പോവുക. ഈ ദൂത് കേൾപ്പിക്കാനാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. ചിലത് ദൈവം സ്വതവേ തുറക്കും, ചിലത് സ്വതവേ തുറന്നു വരും. വിശ്വസിക്കുന്നവർ നല്ല ഹല്ലേലൂയ പറഞ്ഞ. ഈ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ വചനം നല്ലതായിട്ട് വ്യാഖ്യാനിക്കുന്ന വചനം നിങ്ങൾ ഗ്രഹിക്കണം. ഈ നമ്മളൊക്കെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ വല്ല ഈ വചനത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടില്ല സത്യമായിട്ട്. ആകെ കേട്ടത് 100 ആടിൻ്റെ ഉപമയും പിന്നെ ആ സക്കായി കയറിയ ഒരിക്കൽ സ്തോത്രം പ്രസംഗിക്കാൻ പോകുന്ന ഒരു പ്രസംഗകൻ, അദ്ദേഹത്തെ സ്ഥിരം പോകുന്ന ഡ്രൈവർ സ്തോത്രം ആ പനി പിടിച്ച് കിടക്കുക. അന്ന് സ്റ്റാൻഡിൽ നിന്ന് ഒരു ടാക്സിക്കാരനെ വിളിച്ചുകൊണ്ട് പോയി. ആദ്യത്തെ കൺവെൻഷനിൽ പ്രസംഗിക്കാൻ പോയി.
പ്രസംഗിക്കാൻ പോയപ്പം സ്തോത്രം ആമേ അവിടെ പ്രസംഗിച്ചത് ദൈവത്തിന് സ്തോത്രം യായിറോസിൻ്റെ മോളെ കുറിച്ചാണ്. സ്തോത്രം. അപ്പോൾ ആദ്യത്തെ രാത്രി പ്രസംഗിച്ചു, യായിറോസിൻ്റെ മോക്ക് ഭയങ്കര സീരിയസ് ആണ്. സ്തോത്രം. രണ്ടാമത്തെ രാത്രി പോയെടുത്ത് പ്രസംഗിച്ച് വിടുകയും ചോദിച്ചു, യായിറോസിൻ്റെ മകളുടെ നില ഭയങ്കര ഗുരുതരമാണ്. മൂന്നാം ദിവസം ഒരടക്കത്തിന് പോയി. ഇവനൊന്നും അറിയത്തില്ലല്ലോ, ഒരു ഇടുങ്ങിയ വഴിയില്ല. അപ്പം അടക്കം നടത്തേണ്ട ആളായതുകൊണ്ട് വാതിക്കലിട്ടേക്കുക വണ്ടി. ഓരോ വണ്ടിക്കാരും അതിന് മാറ്റിയിടത്തില്ല. അപ്പോൾ ഒരുത്തന്നെ ആൾ കൂടെ എന്നാ പറ്റി പുള്ളിയോ ഞാൻ അറിയത്തില്ല, യായിറോസിൻ്റെ മകൾക്ക് സീരിയസ് ആണെന്ന് പറയുന്നത് കേട്ടു, മരിച്ചായിരിക്കും. ആരാണ്ട് പാപ്പച്ചൻ ചത്തേന് ഇവനറിയാത്തോണ്ട് ഇവൻ പറയുക 2 ദിവസം പ്രസംഗിച്ചായിരുന്നു, 1 ആഴ്ച പ്രസംഗിച്ച കൂടുതലാണ്. 2ാമത്തെ ദിവസം പ്രസംഗിച്ച് ഭയങ്കര സീരിയസ് ആണ്. ആ അടക്കത്തിന് വന്നപ്പോൾ ഓർത്തു പുള്ളിക്കാരത്തി ചത്തായിരിക്കും. ഇങ്ങോട്ട് സഹകരിക്കണം. സ്തോത്രം. ചിലർക്ക് വെല്ലുവില്ല, ബ്രേക്കുമില്ല. അങ്ങനല്ല പറയേ, ഇങ്ങോട്ട് ശ്രദ്ധിച്ച്. ഹല്ലേലൂയ. നിന്റെ വിളി ഭയങ്കരമാ, തെരഞ്ഞെടുപ്പ് ഭയങ്കര. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ശുശ്രൂഷ പരീശന്മാരെയും സദൂക്യരെയും ന്യായശാസ്ത്രിമാർക്കും അവരുടെ ചിന്തകളെ മറിക്കുന്ന ശുശ്രൂഷയാണ്. അവർ വിചാരിച്ചത് യേശു നീതിമാന്മാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന, പക്ഷേ യേശു പ്രവർത്തിച്ചതെല്ലാം പാപികളുടെ ഇടയിലാണ്. നമുക്ക് ആ 15-ാം അധ്യായം എടുത്ത് അതിൻ്റെ 1-ാമത്തെ വാക്യം, ചുങ്കക്കാരും പാപികളും എല്ലാം അവൻ്റെ അടുക്കൽ വചനം കേൾപ്പാൻ അവൻ്റെ അടുക്കൽ വന്നു. ശ്രദ്ധിക്കണം, യേശുവിൻ്റെ പ്രത്യേകത, യേശു പ്രസംഗിക്കുന്നിടത്ത് പാപികൾ വരും, അവര് പാപം വിടും. ഹല്ലേലൂയ. അപ്പൊ പാപികള് യേശുവിന്റെ അടുക്കൽ വചനം കേൾക്കാനായിട്ട് വന്നപ്പം വായിച്ചു കേട്ടെ. ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടി ഭക്ഷിക്കുന്നെന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞ് പിറുപിറുത്തു. അവരോട് അവൻ ഈ ഉപമ പറഞ്ഞു. അപ്പൊ കർത്താവ് 2-3 ഉപമകളിലൂടെ കർത്താവ് ചില കാര്യങ്ങൾ തെളിയിക്കുക. വളരെ ശ്രദ്ധേയമായ ഉപമകളാണ്. അതിനകത്ത് 1-ാമത്തെ ഉപമ യേശു പറയുന്നു, ഒരു മനുഷ്യന് 100 ആടുണ്ട് എന്ന് ഇരിക്കട്ടെ, അതിലൊന്ന് കാണാതെ പോയാൽ 99 വിട്ടിട്ട് ഒന്നിൻ്റെ പുറകെ ആടിനെ വിടുവിക്കാൻ ഇറങ്ങിച്ചെല്ലുന്ന നല്ല ഇടയൻ. 2-ാമത്തെ ഉപമ പറയുന്നു, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ടായിരുന്നു, അതിൽ 1 നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. അവൾ വിളക്ക് കത്തിച്ച് അടിച്ചു വാരി നഷ്ടപ്പെട്ടത് തിരികെ പ്രാപിച്ചു. 3, ഒരപ്പന് 2 മക്കൾ. ഒരു മകൻ ധാരാളിയായി അപ്പനെ വിട്ടുപോയി, അവന് ബോധം വന്നു, അപ്പൻ്റെ വീട്ടിലേക്ക് അവൻ തിരിച്ചു വരുന്നു. ഇതാ 3 ഉപമ. 1-ാമത്തെ ഉപമ, ദൈവത്തിന് സ്തോത്രം, 100-ൽ 1 നഷ്ടം. 2-ാമത്തെ ഉപമ 10-ൽ 1 നഷ്ടം. 3-ാമത്തെ ഉപമ 2-ൽ 1 നഷ്ടം. 1-ാമത്തെ നഷ്ടം, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം, കാട്ടിലെ നഷ്ടം. 2-ാമത്തെ നഷ്ടം വീട്ടിലെ നഷ്ടം. 3-ാമത്തെ നഷ്ടം കുടുംബത്തിലെ നഷ്ടം. ഹല്ലേലൂയ. ഏതു നഷ്ടവും ലാഭമാക്കാൻ കഴിവുള്ള ഒരാളെ ഉള്ളൂ, അവൻ്റെ പേരാ യേശു. നിന്റെ ഇടത് കാലിൽ ഒരു സൗഖ്യം വ്യാപരിക്കുക. ചിലരുടെ നടുക്കോട്ട് ഇറങ്ങി നിന്നെ ജീസസ്, ആ ദൈവദാസൻ ആ മുട്ടയിലൊന്ന് കൈവച്ചേ. യേശുവേ, യേശുവേ, കണ്ടോ സൗഖ്യം വ്യാപരിക്കുന്നു, സൗഖ്യം വ്യാപരിക്കുന്നു. നിങ്ങൾ ചോദിക്കും മുട്ടുവേദന വലിയ രോഗമാണോ? അത് വന്നു നോക്കണം, വലിയ രോഗമാണോ എന്ന് അറിയണേ. യേശുവേ സൗഖ്യമാകട്ടെ. കണ്ടോ സൗഖ്യമായി കഴിഞ്ഞു. അങ്ങളെ ഓടി ശേജവാ, ആ സ്റ്റെപ്പൊക്കെ ചടപടാന്ന് കയറി വാ. ഓ രക്തം 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 രക്തം. വാ, പോയെന്ന് എനിക്കറിയാമല്ലോ. അങ്ങളെ എന്തിയാ ഇപ്പൊ ആ സ്റ്റെപ്പ് കയറിയപ്പോ വേദന ഉണ്ടായിരുന്നോ? ഇല്ല, ഇല്ല, വേദനയില്ല. എന്നാ സംഭവിച്ചേ? കർത്താവ് സുഖമാക്കി. 4 വർഷം കൊണ്ട് ഒത്തിരി സഹിച്ചതാ. അതെ, ഒത്തിരി ഡോക്ടർമാരെ കണ്ടു, ഒത്തിരി മെഡിസിൻ കഴിച്ചു. മെഡിസിൻ കഴിച്ചതിന് കൈയില്ല, എന്തുമാത്രം കുഴമ്പ് തൂത്തു തന്നെ. ഇതൊന്നും ഫലിച്ചില്ല. പക്ഷെ ഒറ്റ പ്രാർത്ഥന ഫലിച്ചു. 4 years, 4 വർഷം. ഹല്ലേലൂയ. ആ മുട്ടിങ്ങനെ മടക്കി നോക്കി. ഹല്ലേലൂയ. മടക്കി നോക്കി. വേദനയുണ്ടോ? ഇല്ല, ഒട്ടില്ല. ഇല്ല. 4 വർഷം കൊണ്ട് ഇങ്ങനെ മടക്കിയിട്ടില്ല. ഇന്ന് നല്ലതായിട്ട് മടക്കി. ഓ നോക്കിക്കേ. ഹല്ലേലൂയ. ഇവിടെ വാഗ്ദത്തങ്ങൾ നിറവേറുന്നു. ഹല്ലേലൂയ. ആരാധിക്കുന്ന ചിലരോട് ദൂത്, നീ സൗഖ്യമാകുമെന്നൊരു വാഗ്ദത്തം കാൽവറി കിടപ്പുണ്ട്. എന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം. എത്ര നാളായിട്ട് ചെവിടെ കഴുകി പോയിട്ട്?
15 കൊല്ലം ഉണ്ടാവും. 15 കൊല്ലം. ഒരു ചെവിയുടെ കേൾവിയേ ഉള്ളൂ. ആ ചെവിക്കകത്ത് എല്ല് വളരുക. ആ ചെവി ഫോണിൽ സംസാരിക്കാൻ പറ്റത്തില്ല, ആൾക്കാർ വിളിച്ചാൽ കേൾക്കത്തില്ല, ഒട്ടും കേൾക്കാത്തൊരു ചെവിയായിട്ടാണ് നിൽക്കുന്നത്. 25-ാമത്തെ വയസ്സിൽ കേൾവി പോയി. 15 കൊല്ലമായി. എവിടെയാ വീട്? തൃശ്ശൂര് പുതുക്കാട്. പുതുക്കാട്. ഹല്ലേലൂയ. ഇന്ന് ഇവള് ചോദിക്കുന്ന കർത്താവ് ഇവക്ക് കൊടുക്കാൻ പോവാ. ആ ചെവിയെ കർത്താവ് തുറക്കാൻ പോവാ. ഹല്ലേലൂയ. സിസ്റ്ററെ, ഈ ചിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ചിരിക്കുന്ന ഇഷ്ടമാണോ? ഹല്ലേലൂയ. നമ്മുടെ യേശു സൗഖ്യമാക്കുന്ന യേശുവാ. ആ തലയിലെ സ്കാഫ് ഒന്ന് ബാക്കിലോട്ടാക്കാം. ഈ മോള് പ്രാർത്ഥിക്കാൻ പോവാ. ഹല്ലേലൂയ. യേശു ചെവി കേൾക്കാത്തവന്റെ ചെവിയിൽ വിരലിട്ടെന്ന വചനമല്ല. ഹല്ലേലൂയ. ഈ മകളുടെ വിരല് താക്കോലായി മാറാൻ പോവാ. ഇപ്പം തന്നെ ചെവി കേട്ടേ നീ ആൻറ്റി പറയും, അതുപോലെ ദൈവം ഇറങ്ങുക. ആ വിരലൊന്ന്. ഹല്ലേലൂയ. ആ ആൻറ്റി എന്നെ കണ്ണു തുറന്നേ. ഇപ്പൊ പ്രാർത്ഥിക്കണ്ട. ഈ ചെവിയിലല്ലേ പ്രശ്നം, കേൾക്കാത്ത. എല്ല് വളരുക. എന്നാ വളരുന്ന എല്ലെല്ലാം പോട്ടെ. കർത്താവേ, കർത്താവേ. ആൻറ്റി മറ്റേ ചെവി അടച്ച ആൻറ്റി പിടിക്കണം. ഒട്ടും കേൾക്കാത്ത പോലെ അടച്ചു പിടിക്കണം. കർത്താവേ, ഇവളിലേക്ക് ദൈവത്തിൻ്റെ അദൃശ്യ ശക്തി 15 വർഷമായി അടഞ്ഞ ചെവി ലോഡ്. ആന്റി, ആ കൈ എടുക്കല്ലേ. ആന്റിയുടെ ഈ ചെവി ആന്റി പൊത്തിപ്പിടിച്ചിരിക്കുക. പേരെന്തുവാ? ബിന്ദു. എവിടാ വീട്? തൃശ്ശൂര് പുതുക്കാട്. വീട്ടിൽ ആരൊക്കെയാണ്? അമ്മയും 2 ഏട്ടന്മാരും 2 മക്കളും. 63. അതെ. ഈ ചെവി കൊണ്ട് തന്നെയാണോ കേട്ടെ? അതെ. അതെ. പിന്നെ 15 വർഷമായിട്ട് കേൾക്കത്തില്ലായിരുന്നല്ലോ. ഇപ്പൊ എന്താ സംഭവിച്ചേ? ചെവി കേട്ടു. യേശു സൗഖ്യമാക്കി. ചെവി കേട്ടു. 15 years, 15 വർഷം പിശാച് അടച്ചു വെച്ചു. അത് തന്നെയാ ഞാൻ പ്രസംഗിച്ചത്. സാറയുടെ ഉദരം നീണ്ട വർഷങ്ങൾ അടച്ചു വെച്ചെങ്കിൽ ആ വഴിയെ കൂടെ ചെന്ന് ആ ഉദരം തുറന്ന പോലെ 15 വർഷമായി പിശാച് അടച്ചത് യേശു തുറന്നു. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് പ്രേരണ തരുന്നു. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ രോഗമുള്ള ഭാഗത്തേക്ക് നിങ്ങളുടെ വലത് കൈവെക്ക്. നിങ്ങൾ കടബാധ്യതയുള്ളവരാണോ? നിങ്ങൾ കർത്താവെ കടം മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ച്, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, വിശ്വാസത്താൽ രോഗമുള്ള ഭാഗത്ത് കരം വെച്ചുകൊണ്ട് യേശുവിൻ്റെ കരസ്പർശനം വെളിപ്പെട്ട് സൗഖ്യമാകാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ യേശുവിൻ്റെ കൈ അവരെ തൊടണം. കർത്താവെ, കടബാധ്യതകൾ മാറണം, കുരുക്കുകൾ മാറണം, പ്രതിസന്ധികൾ മാറണം, ചില യാത്രകളെ തടസ്സപ്പെടുത്തിയേക്കുന്ന അവസ്ഥകൾ മാറണം. കർത്താവെ, നിന്റെ കരം ശക്തിയോടെ വെളിപ്പെട്ടു വരുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് നിന്റെ നാമം ചൊല്ലി ഇവരെ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. നിങ്ങൾക്ക് ഈ ശുശ്രൂഷയെ സഹായിക്കാം, പ്രാർത്ഥിച്ച് സഹായിക്കാം. നിങ്ങൾക്ക് ലഭിച്ച വരുമാനത്തിൻ്റെ ഒരു ടൈത്ത്, ഒരു ദശാംശം ഈ ദിവസവും ധാരാളം ചാനലുകളിൽ കൂടെ വചനം പുറത്തുവിടുന്ന ഈ ജീസസ് വോയിസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അയച്ചു തരാം. താഴെ കാണുന്ന അഡ്രസ്സിൽ അയക്കുക, അല്ലെങ്കിൽ ഞങ്ങളെ ഫോൺ വിളിക്കുക. ഇപ്പം ഞങ്ങളുടെ പ്രാർത്ഥനാ ടീം റെഡിയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. താഴെ കാണുന്ന നമ്പർ വിളിക്കുക. യേശു ഈ പ്രാർത്ഥനയാൽ നിങ്ങളെ വിടുവിക്കും. നിങ്ങൾക്കും ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാം. നിങ്ങളുടെ കുടുംബത്തിന് അത് വലിയ അനുഗ്രഹമായിരിക്കും. ബർത്ത്ഡേ വരുമ്പോൾ, വെഡിങ് ഡേ വരുമ്പോൾ, സ്പെഷ്യൽ ഡേ വരുമ്പോൾ നിങ്ങൾ ഒരു വചനം ജനലക്ഷങ്ങളിലേക്ക് എത്തുവാൻ നിങ്ങൾ സ്പോൺസർ ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം അനുഗ്രഹിക്കും. ഞങ്ങളെ നേരിൽ കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലത്ത് വരിക. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ വിശുദ്ധിയിൽ ജീവിക്കാം, പ്രാർത്ഥനയിൽ ജീവിക്കാം. യേശു വരാറായി. ഗോഡ് ബ്ലസ് യു.